മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കി ആഘോഷങ്ങളുടെ പങ്കിട്ട് കുറച്ചെങ്കിലും ദുഃഖം ഉള്ളിലൊതുക്കി പുരുഷാരം ഇന്ന് പൂരനഗരിയിലേക്ക്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന പൂരം വടക്കുംനാഥന്റേതല്ല എന്നതുപോലെ തൃശൂർ പൂരം തൃശൂരിന്റേതല്ല, ലോകത്തിന്റേതാണെന്നാണ് പൊതുവെ പറയുന്നത്. ഇന്നലെ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര തുറന്ന് ഗജവീരൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പുമായി പുറത്തേക്ക് എഴുന്നള്ളിയതോടെ കൊടിയേറിയ ആവേശം ഇന്ന് അതിന്റെ ഉച്ചിയിലെത്തും. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരും 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭഗവതി ശാസ്താമാരും ഇന്ന് രാവിലെ മുതൽ വടക്കുംനാഥനെ വണങ്ങാനെത്തും. ആ വരവുകൾ കാണാനായാണ് പൂരപ്രേമികൾ ഇന്നെത്തുക. മേളം കണ്ട് ആസ്വദിക്കാനായി ആദ്യം അവർ തെക്കേ മഠത്തിന് മുന്നിലെ പന്തലിന് ചുറ്റിലുമായി സ്ഥലം പിടിക്കും. 11 മണിയോടെ മഠത്തിൽ വരവ് തുടങ്ങും. പഞ്ചവാദ്യം പലത് കേട്ടിട്ടുണ്ടെങ്കിലും മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് ഇത്തിരി മധുരം കൂടുമെന്ന് അത് കേട്ടവർക്കറിയാം. പഞ്ചവാദ്യത്തെക്കാൾ ഹരം പിടിക്കാൻ മേളം തന്നെ വേണമെന്നുള്ളവർ പാറമേക്കാവിലെത്തിയിരിക്കും. അവിടെ ഇക്കുറി എഴുന്നള്ളിപ്പ് നേരത്തെയാണ്. രാവിലെ 11:30-ക്ക് എഴുന്നള്ളിപ്പ് പുറപ്പെടുമ്പോൾ ചെമ്പടമേളം അകമ്പടിയായി ഉണ്ടാകും. ഉച്ചയ്ക്ക് 2-ന് വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തെ ഇലഞ്ഞിത്തറ മേളമായി മാറുന്നത് ഈ മേളമാണ്. വൈകിട്ട് 5:30-ക്ക് തെക്കേ നടയിലാണ് ലോകം കാത്തിരിക്കുന്ന കുടമാറ്റം. രാത്രി ഭഗവതി ശാസ്താമാരുടെ പകലത്തെ എഴുന്നള്ളിപ്പുകൾ ആവർത്തിക്കും. വെടിക്കെട്ട് ഒഴിവാക്കിയുള്ള പൂരത്തിൽ ആചാരത്തിന്റെ ഭാഗമായി പുലർച്ചെ വെടിക്കെട്ട് സമയത്ത് ഇരുവിഭാഗത്തിന്റെയും ഓരോ കതിന മുഴങ്ങും. നാളത്തെ പകൽപൂരം കഴിഞ്ഞ് ഉച്ചയോടെ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലും.